ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കേരള PSCക്കും വരുന്ന റെയിൽവേ എക്സാമിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്പോർട്സ് കറണ്ട് അഫെയർ ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് വിഷയം. പാരീസ് ഒളിമ്പിക്സിൻ്റെ വീഡിയോ സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ 2024 കറണ്ട് അഫെയർസ് സ്പോർട്സ് ഭാഗത്തു നിന്നും വരുന്ന കറണ്ട് അഫെയർസ് ഏകദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫെയർസ് ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ ഒരു റിവിഷൻ പോലെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? 2024 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, ഇന്ത്യ ഈസ് ദ റൈറ്റ് ആൻസർ. 2024 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA-യും വെസ്റ്റ് ഇൻഡീസും. USA-യിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ചാണ് 2024 ICC പുരുഷ T20 ലോകകപ്പ് നടന്നത്. ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. ഇന്ത്യക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ടൈറ്റിലാണിത്. ആദ്യം ലഭിച്ചത് 2007, രണ്ടാമത് 2024. മികച്ച റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. പ്ലെയർ ഓഫ് ദ സീരീസ് ജാസ്പ്രീത് ബുംറ. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് റഹ്മാനുല്ല ഗുർബാസ്. അഫ്ഗാനിസ്ഥാൻ്റെ റഹ്മാനുല്ല ഗുർബാസ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. 281 റൺസാണ് നേടിയത്. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഫസൽ ഹക്ക് ഫറൂഖി അഫ്ഗാനിസ്ഥാൻ 17 വിക്കറ്റ്. അർഷ്ദീപ് സിംഗ് ഇന്ത്യ 17 വിക്കറ്റ്. അടുത്ത ചോദ്യം, 2024 വനിതാ T20 ഏഷ്യ കപ്പ് നേടിയ രാജ്യം ഏത്? 2024 വനിതാ T20 ഏഷ്യ കപ്പ് നേടിയ രാജ്യമാണ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ശ്രീലങ്ക. 2024 വനിതാ T20 ഏഷ്യ കപ്പ് നേടിയ രാജ്യം ശ്രീലങ്കയാണ്. നടന്ന സ്ഥലം ആതിഥ്യം വഹിച്ച രാജ്യം ശ്രീലങ്കയാണ്. ചാമ്പ്യൻസും ശ്രീലങ്കയാണ്. ആദ്യമാണ് ശ്രീലങ്കയ്ക്ക് ഏഷ്യ കപ്പ് നേടുന്നത്. റണ്ണറപ്പ് ആരാണ്? ഇന്ത്യയാണ് 2024 വനിതാ T20 ഏഷ്യ കപ്പിലെ റണ്ണറപ്പ്. വിജയ് ശ്രീലങ്ക. അടുത്ത ചോദ്യം, IPL 2024 കിരീടം നേടിയ ടീം ഏത്? IPL 2024 കിരീടം നേടിയ ടീം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPL 2024 കിരീടം നേടിയ ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPL 2024 ചാമ്പ്യൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. മൂന്നാമത്തെ ടൈറ്റിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ലഭിക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. റണ്ണറപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ്. എഡിഷൻ 17ാമത്തെ IPL 2024 നടന്ന IPL 17ാമത്തെ IPL ആണ്. ഫൈനൽ മാച്ച് നടന്ന സ്ഥലം MA ചിദംബരം സ്റ്റേഡിയം ഇൻ ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്താണ് IPL 2024 ഫൈനൽ മാച്ച് നടന്നത്. അടുത്ത ചോദ്യം, IPL 2024 ആരാണ് പർപ്പിൾ ക്യാപ്പ് നേടിയത്? IPL 2024 ആരാണ് പർപ്പിൾ ക്യാപ്പ് നേടിയത്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഹർഷൽ പട്ടേൽ. 2024 IPL പർപ്പിൾ ക്യാപ്പ് നേടിയത് ഹർഷൽ പട്ടേലാണ്. പർപ്പിൾ ക്യാപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് വിക്കറ്റ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവർക്കാണ് പർപ്പിൾ ക്യാപ്പ് കൊടുക്കുന്നത്. ഹർഷൽ പട്ടേലാണ് 2024 IPL പർപ്പിൾ ക്യാപ്പ് നേടിയത്. പഞ്ചാബ് കിങ്സിലെ പ്ലെയറാണ് ഹർഷൽ പട്ടേൽ. ആകെ നേടിയ വിക്കറ്റ് 24 വിക്കറ്റ്. ഹർഷൽ പട്ടേൽ പഞ്ചാബ് കിങ്സിലെ പ്ലെയറാണ്. 24 വിക്കറ്റാണ് ആകെ നേടിയത്. അടുത്ത ചോദ്യം, IPL 2024 ആരാണ് ഓറഞ്ച് ക്യാപ്പ് നേടിയത്? IPL 2024 ആരാണ് ഓറഞ്ച് ക്യാപ്പ് നേടിയത്? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, വിരാട് കോഹ്ലി. 2024 IPL ഓറഞ്ച് ക്യാപ്പ് നേടിയത് വിരാട് കോഹ്ലി. ഓറഞ്ച് ക്യാപ്പ് മോസ്റ്റ് റൺസ്, ഏറ്റവും കൂടുതൽ റൺസ് നേടിയവർക്കാണ് ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുന്നത്. 2024 IPL ഓറഞ്ച് ക്യാപ്പ് നേടിയത് വിരാട് കോഹ്ലി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലെ പ്ലെയറാണ് വിരാട് കോഹ്ലി. ആകെ നേടിയ റൺസ് 741 റൺസ്. അടുത്ത ചോദ്യം, 350 T20 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ്? 350 T20 വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, യുവേന്ദ്ര ചാഹൽ. യുവേന്ദ്ര ചാഹലാണ് 350 T20 വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളർ. അടുത്ത ചോദ്യം, 2024 ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? 2024 ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് അംബാസഡറായി തിരഞ്ഞെടുത്തത് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, യുവരാജ് സിംഗ്. ICC പുരുഷന്മാരുടെ T20 ലോകകപ്പിൽ അംബാസഡറായി തിരഞ്ഞെടുത്തത് യുവരാജ് സിംഗിനെയാണ്. ഹോസ്റ്റ് കൺട്രി വെസ്റ്റ് ഇൻഡീസ് ആൻഡ് USA. വെസ്റ്റ് ഇൻഡീസിലും USA-യിലും വെച്ചാണ് 2024 ICC T20 ലോകകപ്പ് നടന്നത്. അടുത്ത ചോദ്യം, 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം? 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. എന്താണ് പാരാലിമ്പിക്സ് എന്ന് അറിയാമോ?
അത്ലറ്റ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള അത്ലറ്റ്സിൻ്റെ ഒളിമ്പിക് ഗെയിമാണ് പാരാലിമ്പിക്സ്. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യമാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ചൈന. ചൈനയ്ക്കാണ് 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത്. മെഡൽ ടേബിൾ നോക്കാം. ഒന്നാം സ്ഥാനത്തുള്ളത് ചൈന, 94 ഗോൾഡ് മെഡലാണ് നേടിയത്. അങ്ങനെ ആകെ 220 മെഡലുകൾ ചൈന നേടി. രണ്ടാം സ്ഥാനത്തുള്ളത് ഗ്രേറ്റ് ബ്രിട്ടൻ, 49 ഗോൾഡ് മെഡലാണ്. ആകെ 124 മെഡലുകൾ നേടി. മൂന്നാം സ്ഥാനത്തുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും 18ാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18ാമതാണ്. ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം 29. ഇന്ത്യക്ക് 7 ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. 7 ഗോൾഡ് മെഡലും അങ്ങനെ ആകെ 29 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 18ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ഇന്ത്യ ഇൻ പാരാലിമ്പിക്സ് ആകെ 84 അത്ലറ്റ്സാണ് പങ്കെടുത്തത്. ടോട്ടൽ 12 കായിക ഇനങ്ങളിലാണ് പങ്കെടുത്തത്. ഫ്ലാഗ് ബിയറേഴ്സ് ഓപ്പണിങ്ങിൽ ഭാഗ്യശ്രീ ജാദവും സുമിത് അൻറ്റിലും, ക്ലോസിംഗ് സെറിമണിയിൽ പ്രീതി പലും ഹർവിന്ദർ സിംഗും. മെഡൽ റാങ്കിങ്ങിൽ 18ാം സ്ഥാനം, 7 ഗോൾഡ് മെഡൽ, 9 സിൽവർ മെഡൽ, 13 ബ്രോൺസ് മെഡൽ. അങ്ങനെ ആകെ ടോട്ടൽ 29 മെഡലുകളാണ് പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയത്. അടുത്ത ചോദ്യം, 2024 പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നേടിയ രാജ്യം ഏത്? 2024 പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നേടിയ രാജ്യമാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ഇന്ത്യ. 2024 പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നേടിയ രാജ്യം ഇന്ത്യയാണ്. എന്താണ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി? അതൊരു ഹോക്കി ടൂർണമെൻ്റ് ആണ്. ആതിഥ്യം വഹിച്ച രാജ്യമാണ് ചൈന. വിജയ് ഇന്ത്യ. മികച്ച റണ്ണറപ്പാരാണ് ചൈന. ആതിഥേയത്വം വഹിച്ചത് ചൈനയിലാണ്. റണ്ണറപ്പും ചൈനയാണ്. വിജയ് ഇന്ത്യ. അടുത്ത ചോദ്യം, 2024 ഏഷ്യൻ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? 2024 ഏഷ്യൻ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, ധ്രുവ് സിത്വാല. 2024 ഏഷ്യൻ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ധ്രുവ് സിത്വാല. എവിടെ വെച്ചാണ് നടന്നത്? സൗദി അറേബ്യയിൽ റിയാദിൽ വെച്ചാണ് 2024 ഏഷ്യൻ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. പങ്കജ് അദ്വാനിയെ തോൽപ്പിച്ചാണ് ധ്രുവ് സിത്വാല ചാമ്പ്യൻഷിപ്പ് നേടിയത്. അടുത്ത ചോദ്യം, 2024 വിംബിൾഡൺ ടൈറ്റിൽ പുരുഷ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? 2024 വിംബിൾഡൺ ടൈറ്റിൽ പുരുഷ സിംഗിൾ കിരീടം നേടിയത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, കാർലോസ് അൽക്കാരാസ്. 2024 വിംബിൾഡൺ ടൈറ്റിൽ പുരുഷ സിംഗിൾ കിരീടം നേടിയത് കാർലോസ് അൽക്കാരാസ്. 2024 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് കായിക ഇനം ടെന്നീസാണ്. വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ടെന്നീസ് പ്ലേ ആണ്. പുരുഷന്മാരുടെ സിംഗിൾ ടൈറ്റിൽ വിജയിച്ചത് കാർലോസ് അൽക്കാരാസ്. സ്പെയിനിൽ നിന്നുള്ള കാർലോസ് അൽക്കാരാസ് ആണ് പുരുഷന്മാരുടെ സിംഗിൾ ടൈറ്റിൽ വിജയിച്ചത്. ഡിഫീറ്റഡ് നൊവാക് ജോക്കോവിച്ച്. സെർബിയയിലെ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് സ്പെയിനിലെ കാർലോസ് അൽക്കാരാസ് വിജയിച്ചത്. അടുത്ത ചോദ്യം, 2024 വിംബിൾഡൺ ടൈറ്റിൽ വനിതാ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? 2024 വിംബിൾഡൺ ടൈറ്റിൽ വനിതാ സിംഗിൾ കിരീടം നേടിയത്. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, ബാർബോറ ക്രെജിക്കോവ. 2024 വിംബിൾഡൺ ടൈറ്റിൽ വനിതാ സിംഗിൾ കിരീടം നേടിയത് ബാർബോറ ക്രെജിക്കോവ. വുമൺ സിംഗിൾ ടൈറ്റിൽ ബാർബോറ ക്രെജിക്കോവ. ചെക്ക് റിപ്പബ്ലിക്കിലെയാണ് ബാർബോറ ക്രെജിക്കോവ. ഡിഫീറ്റഡ് ജാസ്മിൻ പോൾനി, ഇറ്റലി. അടുത്ത ചോദ്യം, 2024 ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? 2024 ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത്. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, കാർലോസ് അൽക്കാരാസ്. കാർലോസ് അൽക്കാരാസ് ആണ് 2024 ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത്. ടെന്നീസ് പ്ലേ ആണ് വിന്നേഴ്സ്. മെൻ സിംഗിൾ ടൈറ്റിൽ കാർലോസ് അൽക്കാരാസ്, സ്പെയിൻ. അലക്സാണ്ടർ വെരവിനെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽക്കാരാസ് കിരീടം നേടിയത്. അടുത്ത ചോദ്യം, 2024 ഫ്രഞ്ച് ഓപ്പണിൽ വനിതാ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? 2024 ഫ്രഞ്ച് ഓപ്പണിൽ വനിതാ സിംഗിൾ കിരീടം നേടിയത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, ഇഗ സ്വിതെക്. പോളണ്ടിലെ ഇഗ സ്വിതെക് ആണ് 2024 ഫ്രഞ്ച് ഓപ്പണിൽ വനിതാ സിംഗിൾ കിരീടം നേടിയത്. ഡിഫീറ്റഡ് ജാസ്മിൻ പോൾനി, ഇറ്റലി. അടുത്ത ചോദ്യം, 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏത്? 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, ചൈന. പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതും ചൈനയാണ്. പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതും ചൈനയാണ്. ഹോസ്റ്റ് കൺട്രി ജപ്പാനാണ്. ജപ്പാനിൽ വെച്ചാണ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത്. മെഡൽ ടേബിൾ, ചൈന 87 മെഡൽസ്. രണ്ടാം സ്ഥാനം ബ്രസീലിനാണ്. ഇന്ത്യയുടെ റാങ്ക് 6ാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് 17 മെഡൽസാണ് ലഭിച്ചത്. 6 ഗോൾഡ് മെഡലും 5 സിൽവർ മെഡലും 6 ബ്രോൺസ് മെഡലും. പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ വനിത ദീപ്തി ജിവാഞ്ചി. അടുത്ത ചോദ്യം, ഏത് രാജ്യമാണ് ഊബർ കപ്പ് 2024 കിരീടം നേടിയത്? ഏത് രാജ്യമാണ് ഊബർ കപ്പ് 2024 കിരീടം നേടിയത്?
ഓപ്ഷൻ സി ചൈന ഈസ് ദ റൈറ്റ് ആൻസർ. 2024 ഊബർ കപ്പ് 2024 കിരീടം നേടിയത് ചൈനയാണ്. ഊബർ കപ്പ് 2024 വനിതാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് പ്ലേ ആണ് ഊബർ കപ്പ് 2024. ഹോസ്റ്റ് കൺട്രി ചൈന, വിന്നേഴ്സ് ചൈന. ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ചൈന ഊബർ കപ്പ് 2024 കിരീടം നേടിയത്. അടുത്ത ചോദ്യം, ഏത് രാജ്യമാണ് 2024 തോമസ് കപ്പ് കിരീടം നേടിയത്? ഏത് രാജ്യമാണ് 2024 തോമസ് കപ്പ് കിരീടം നേടിയത്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ചൈന. 2024 തോമസ് കപ്പ് പുരുഷന്മാരുടെ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് പ്ലേ ആണ് തോമസ് കപ്പ് 2024. ഹോസ്റ്റ് കൺട്രി ചൈനയാണ്. ചാമ്പ്യൻസ് ചൈന തന്നെയാണ്. ഡിഫീറ്റഡ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തിയാണ് 2024 തോമസ് കപ്പ് ചൈന നേടുന്നത്. അടുത്ത ചോദ്യം, 2024 തായ്ലാൻഡ് ഓപ്പണിൽ ബാഡ്മിൻ്റൺ പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? 2024 തായ്ലാൻഡ് ഓപ്പൺ ബാഡ്മിൻ്റണിൽ പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ലീ സി ജിയ. 2024 തായ്ലാൻഡ് ഓപ്പണിൽ പുരുഷന്മാരിൽ സിംഗിൾ കിരീടം നേടിയത് ലീ സി ജിയ. മെൻ സിംഗിൾസ് ലീ സി ജിയ. വുമൺ സിംഗിൾസ് സുപാനിഡ കാറ്റോ. മെൻസ് ഡബിൾസ് ഇന്ത്യക്കാണ് ലഭിച്ചത് സത്വിക സൈരാജ് ആൻഡ് ചിറാഗ് ഷെട്ടി. അടുത്ത ചോദ്യം, സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് 2024 കിരീടം നേടിയ രാജ്യം ഏത്? സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് 2024 കിരീടം നേടിയ രാജ്യമാണ്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ജപ്പാൻ. ജപ്പാനാണ് 2024 സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് നേടിയത്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കി മത്സരമാണ്. ഹോസ്റ്റ് കൺട്രി മലേഷ്യ. ചാമ്പ്യൻസ് ജപ്പാൻ. ആദ്യത്തെ ടൈറ്റിലാണ് ജപ്പാൻ ലഭിക്കുന്നത്. റണ്ണറപ്പ് പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, 2024 ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പുകൾ ഏഷ്യൻ വനിതകളിൽ ദീപ കർമാക്കർ നേടിയ മെഡൽ ഏതാണ്? 2024 ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പുകൾ ഏഷ്യൻ വനിതകളിൽ ദീപ കർമാക്കർ നേടിയ മെഡൽ. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. സ്വർണം. 2024 ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ വനിതകളിൽ ദീപ കർമാക്കർ നേടിയ മെഡലാണ് സ്വർണം. സ്വർണ്ണ മെഡലാണ് ദീപ കർമാക്കർ നേടിയത്. ഇതെവിടെ വെച്ചാണ് നടന്നത്? താഷ്കെൻഡ്, ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ വെച്ചാണ് 2024 ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഏഷ്യൻ വനിതകളിൽ ദീപ കർമാക്കർ നേടിയ മെഡൽ സ്വർണം. അടുത്ത ചോദ്യം, 2027 ഫിഫ വനിതാ ലോകകപ്പ് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? 2027 ഫിഫ വനിതാ ലോകകപ്പ് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ബ്രസീൽ. ബ്രസീലിൽ വെച്ചാണ് 2027 ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 85ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയ ശ്യാം നിഖിൽ ഏത് സംസ്ഥാനക്കാരനാണ്? ഇന്ത്യയുടെ 85ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയ ശ്യാം നിഖിൽ ഏത് സംസ്ഥാനക്കാരനാണ്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനക്കാരനാണ് ഇന്ത്യയുടെ 85ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയ ശ്യാം നിഖിൽ. അടുത്ത ചോദ്യം, ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ BWF ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 BWF ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഇന്ത്യ. ഇന്ത്യയിലെ ആസാമിലെ ഗുവാഹത്തിയിൽ വെച്ചാണ് 2025 BWF ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അടുത്ത ചോദ്യം, 2024 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏത്? 2024 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ജപ്പാൻ. 2024 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ജപ്പാനാണ്. ഹോസ്റ്റ് സിറ്റി ബിഷ്കെക്, കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലാണ് 2024 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടന്നത്. മെഡൽ ടാലി, ആദ്യം 1ാം സ്ഥാനം ജപ്പാനാണ്. 18 മെഡലാണ് ജപ്പാൻ നേടിയത്. 2ാം സ്ഥാനം ഇറാൻ. ഇന്ത്യയുടെ സ്ഥാനം 9ാം സ്ഥാനമാണ്. 9 മെഡലാണ് ഇന്ത്യ നേടിയത്. 4 സിൽവറും 5 ബ്രോൺസും. ഇമ്പോർട്ടൻറ്റ് വിന്നേഴ്സ് ഉദിത് ബാഗ്സ് സിൽവർ, അഭിമന്യു ആൻഡ് വിക്കി ക്ലെയിം ബ്രോൺസ്. ഉദിത് ബാഗ്സ് സിൽവർ മെഡലാണ് നേടിയത്. അഭിമന്യു ആൻഡ് വിക്കി ക്ലെയിം ബ്രോൺസ് മെഡലാണ് നേടിയത്. അടുത്ത ചോദ്യം, 2024 മിയാമി ഓപ്പണിൽ ടെന്നീസ് മത്സരം പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? മിയാമി ഓപ്പൺ എന്ന് പറയുന്ന ടെന്നീസ് മത്സരമാണ്. 2024 മിയാമി ഓപ്പണിൽ പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ജാനിക് സിന്നർ. 2024 മിയാമി ഓപ്പണിൽ പുരുഷന്മാരുടെ സിംഗിൾ കിരീടം നേടിയത് ജാനിക് സിന്നർ. കറന്റ് ചാമ്പ്യൻസ് 2024 മെൻ സിംഗിൾ ജാനിക് സിന്നർ. വുമൺ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഡാനിയൽ കോളിൻസ്. മെൻസ് ഡബിൾസിൽ കിരീടം നേടിയത് റോഹൻ ബൊപ്പണ്ണ ആൻഡ് മാത്യു എബ്ദൻ. അടുത്ത ചോദ്യം, ATP റാങ്കിംഗ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ 1ാം നമ്പർ ടെന്നീസ് താരം ആരാണ്? ATP റാങ്കിംഗ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ 1ാം നമ്പർ ടെന്നീസ് താരം.
ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നൊവാക് ജോക്കോവിച്ച്. നൊവാക് ജോക്കോവിച്ച് ആണ് ATP റാങ്കിംഗ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ 1-ാം നമ്പർ ടെന്നീസ് താരം. അടുത്ത ചോദ്യം, 2023-24 ദേശീയ ഖോ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം ഏതാണ്? 2023-24 ദേശീയ ഖോ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം. ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഇസ് റൈറ്റ് ആൻസർ. 2023-24 ദേശീയ ഖോ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം മഹാരാഷ്ട്രയാണ്. ഖോ മത്സരത്തിൽ ടോട്ടൽ പ്ലെയർ 12 പ്ലെയർ ഈച്ച് സൈഡ്. ഓരോ ടീമിലും 12 പ്ലെയേഴ്സ് വെച്ചുണ്ടാവും. ഫീൽഡിൽ 9 പേരും 3 പേര് എക്സ്ട്രാ ആയിട്ട് അങ്ങനെ 12 പ്ലെയേഴ്സാണ് ഈച്ച് ടീമിൽ ഉണ്ടാവുന്നത്. ഖോ ഗെയിം എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത ദക്ഷിണേന്ത്യൻ ഗെയിമാണ് ഖോ ഗെയിം. അടുത്ത ചോദ്യം, 77ാമത് 2023-24 സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീം ഏത്? 2023-24 77ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീമാണ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. സർവീസ് ടീം. 77ാമത് 2023-24 സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീം സർവീസ് ടീം. 2023-24 സന്തോഷ് ട്രോഫി ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. ഹെൽഡ് അറ്റ് അരുണാചൽ പ്രദേശ്. വിന്നേഴ്സ് ചാമ്പ്യൻസ് സർവീസ് ടീം. റണ്ണറപ്പ് ഗോവ. ബെസ്റ്റ് പ്ലെയർ സമീർ മുർമു. ബെസ്റ്റ് ഗോൾ കീപ്പർ സയ്യദ് ബിൻ അബ്ദുൽ ഖാദർ. അടുത്ത ചോദ്യം, ഏത് ടീമാണ് രഞ്ജി ട്രോഫി 2024 കിരീടം നേടിയത്? രഞ്ജി ട്രോഫി 2024 കിരീടം നേടിയ ടീം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. മുംബൈ. 2024 രഞ്ജി ട്രോഫി കിരീടം നേടിയത് മുംബൈ ആണ്. രഞ്ജി ട്രോഫി 2024 ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ്. ചാമ്പ്യൻസ് മുംബൈ. റണ്ണറപ്പ് വിദർഭ. പ്ലെയർ ഓഫ് ദി സീരീസ് തനുഷ് കോട്ടിയാൻ. മുംബൈയുടെ തനുഷ് കോട്ടിയാനാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. അടുത്ത ചോദ്യം, 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. RCB. 2024 വുമൺസ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈറ്റിലാണ് കിട്ടുന്നത്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടുന്നത് ആദ്യമായിട്ടാണ്. റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽ. പ്ലെയർ ഓഫ് ദി സീരീസ് ദീപ്തി ശർമ്മ. അടുത്ത ചോദ്യം, 2023-24 പ്രോ കബഡി ലീഗ് കിരീടം നേടിയത് ആരാണ്? പ്രോ കബഡി ലീഗ് കിരീടം നേടിയത്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. പുനേരി പൾട്ടൺ. 2023-24 പ്രോ കബഡി ലീഗ് കിരീടം നേടിയത് പുനേരി പൾട്ടൺ. ഹോസ്റ്റ് കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. ചാമ്പ്യൻ പുനേരി പൾട്ടൺ. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ലഭിക്കുന്നത്. റണ്ണറപ്പ് ഹരിയാന സ്റ്റീലേഴ്സ്. അടുത്ത ചോദ്യം, 2020 ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ആർക്കാണ്? 2020 ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ ഫ്രം നമീബിയ. ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ ആണ് 2020 ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ ഇസ് ഫ്രം നമീബിയ. ഫാസ്റ്റസ്റ്റ് 2020 സെഞ്ചുറി 33 ബോൾസ്. 33 ബോൾസ് കൊണ്ടാണ് ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത്. അടുത്ത ചോദ്യം, ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പുരുഷ സിംഗിൾ കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പുരുഷ സിംഗിൾ കിരീടം നേടിയത്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ജാനിക് സിന്നർ. ഇറ്റലിയുടെ ജാനിക് സിന്നറിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പുരുഷ സിംഗിൾ കിരീടം നേടിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ഒരു ടെന്നീസ് ടൂർണമെൻ്റ് ആണ്. മെൻ സിംഗിൾസ് നേടിയത് ജാനിക് സിന്നർ ഫ്രം ഇറ്റലി. ഡിഫീറ്റഡ് ഡാനിയൽ മെഡ്ലെവ് റഷ്യ. വുമൺ സിംഗിൾസ് നേടിയത് അരിയാന സബലെങ്ക. ബെലാറസിലെയാണ് അരിയാന സബലെങ്ക. ഡിഫീറ്റഡ് സെങ് ക്വിൻവെങ് ചൈന. മെൻസ് ഡബിൾസ് നേടിയത് റോഹൻ ബൊപ്പണ്ണ ഇന്ത്യ ആൻഡ് മാത്യു എബ്ഡൻ. അടുത്ത ചോദ്യം, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏത്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. തമിഴ്നാട്. തമിഴ്നാട്ടിൽ വെച്ചാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 നടന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 എഡിഷൻ 6th ഹെൽഡ് ഇൻ 4 cities ഓഫ് തമിഴ്നാട്: ചെന്നൈ, മധുര, തിരുച്ചി, കോയമ്പത്തൂർ. മെഡൽ ടാലി നോക്കാം. ഒന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 57 ഗോൾഡ് മെഡലും ആകെ 158 മെഡലാണ് ലഭിച്ചത്. 2ാം സ്ഥാനം തമിഴ്നാടിന്, 3ാം സ്ഥാനം ഹരിയാനയ്ക്ക്, 4ാം സ്ഥാനം ഡൽഹിക്ക്, 5ാം സ്ഥാനം രാജസ്ഥാന്. 9ാം സ്ഥാനമാണ് കേരളത്തിൽ ലഭിച്ചത്. ആകെ 35 മെഡലുകളാണ് കേരളം നേടിയത്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ യൂണിവേഴ്സിറ്റി ഏത്? ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിമിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ യൂണിവേഴ്സിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിമിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ യൂണിവേഴ്സിറ്റി ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ഹോസ്റ്റ് സിറ്റി ഗുവാഹത്തി. ഗുവാഹത്തിയിൽ വെച്ചാണ് നടന്നത്. 4ാമത്തെ എഡിഷനാണ്. മെഡൽ ടാലി: 1ാം സ്ഥാനം ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി 32 ഗോൾഡ് മെഡൽ, 28 സിൽവർ മെഡൽ, 21 ബ്രോൺസ് മെഡൽ. 2ാം സ്ഥാനം ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി.
അടുത്ത ചോദ്യം, 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, ചൈന. 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസ് നടക്കാൻ പോകുന്നത് ചൈനയിൽ വെച്ചാണ്. അടുത്തായിട്ട് മസ്കറ്റും സ്ലോജനൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യചിഹ്നം ബിൻബിൻ ആൻറ്റിനി, സൈബീരിയൻ ടൈഗർ കപ്സായ ബിൻബിൻ ആൻറ്റിനിയാണ് ഭാഗ്യചിഹ്നം. സ്ലോജൻ ഡ്രീം ഓഫ് വിൻ്റർ ലവ് എമംഗ് ഏഷ്യ, ഡ്രീം ഓഫ് വിൻ്റർ ലവ് എമംഗ് ഏഷ്യയാണ് സ്ലോജൻ. അടുത്ത ചോദ്യം, 2024 അണ്ടർ 90 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? 2024 അണ്ടർ 90 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയക്കാണ് 2024 അണ്ടർ 90 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത്. ഹോസ്റ്റ് കൺട്രി സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് നടന്നത്. ചാമ്പ്യൻസ് ഓസ്ട്രേലിയ, 4th ടൈറ്റിലാണ്. റണ്ണറപ്പ് ഇന്ത്യ. പ്ലെയർ ഓഫ് ദ സീരീസ് ക്വെന മഫാക്ക, സൗത്ത് ആഫ്രിക്കയിലെ ക്വെന മഫാക്കയാണ് പ്ലെയർ ഓഫ് ദ സീരീസ്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ മനു ഭാക്കർ നേടിയ മെഡൽ ഏതാണ്? 2024 പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ മനു ഭാക്കർ നേടിയ മെഡൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, വെങ്കലം. മനു ഭാക്കർ ഇസ് എൻ ഇന്ത്യൻ ഷൂട്ടർ ഫ്രം ഹരിയാന, വൺ വെങ്കല മെഡൽ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024 ഇവന്റ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് ഒളിമ്പിക് ഷൂട്ടിംഗ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറും സരബ്ജോത് സിംഗും നേടിയ മെഡൽ ഏതാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറും സരബ്ജോത് സിംഗും കൂടി നേടിയ മെഡലാണ് ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, വെങ്കല. ഭാക്കർ ആൻഡ് സരബ്ജോത് സിംഗ് ഇന്ത്യൻ ഷൂട്ടറാണ്. ഹരിയാനയിൽ നിന്നും 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇവന്റിൽ വെങ്കല മെഡൽ നേടി. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ 2024 സ്വപ്നിൽ കുസാലെ ഏത് കായിക ഇനത്തിലാണ് വെങ്കല മെഡൽ നേടിയത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്വപ്നിൽ കുസാലെ ഏത് കായിക ഇനത്തിലാണ് വെങ്കല മെഡൽ നേടിയത്? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് ഇനത്തിലാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്വപ്നിൽ കുസാലെ വെങ്കല മെഡൽ നേടിയത്. സ്വപ്നിൽ കുസാലെ ഇസ് എൻ ഇന്ത്യൻ ഷൂട്ടർ ഫ്രം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് 2024 പാരീസിൽ നടന്ന ഹോക്കി ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം ഏത്? ഹോക്കി ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, ഇന്ത്യ. ഇന്ത്യക്കാണ് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ഇനത്തിൽ വെങ്കല മെഡൽ നേടിയത്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ നീരജ് ചോപ്ര നേടിയ മെഡൽ ഏതാണ്? പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ നീരജ് ചോപ്ര നേടിയ മെഡൽ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, വെള്ളി മെഡലാണ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ നീരജ് ചോപ്ര നേടിയത്. നീരജ് ചോപ്ര ഇന്ത്യൻ ജാവലിൻ ത്രോവർ, വോൺ വെള്ളി പാരീസ് ഒളിമ്പിക്സ് 2024. എറിഞ്ഞ ദൂരത്തെയാണ് 89.45 മീറ്ററാണ് ദൂരം. നീരജ് ചോപ്രയുടെ റെക്കോർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോക്കിയോ ഒളിമ്പിക്സ് 2020 സ്വർണ്ണ മെഡൽ, ദൂരം 87.58 മീറ്റർ. രണ്ടാമത്തത് പാവ നൂർമിൻ ഗെയിംസ് 2022 വെള്ളി മെഡൽ നേടി. 2022 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി. ഡയമണ്ട് ലീഗ് 2022 ഗോൾഡ് മെഡൽ നേടി. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ഗുസ്തി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ഗുസ്തി താരമാണ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, അമൻ സെറാവത്താണ് 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ പുരുഷ ഗുസ്തി താരം. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സെപ്പറേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കാണാത്തവരത് കാണാം. 2023 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2023 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് CA. ടൈറ്റിൽ ഓഫ് ചെസ് വേൾഡ് കപ്പ് 2023 മാഗ്നസ് കാൾസൺ. ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് 2023 ഇന്ത്യയാണ് വിജയിച്ചത്. 2023 സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ വിന്നർ ഇന്ത്യ. 2023 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ചൈനയാണ് വിജയിച്ചത്. 2023 ദുലീപ് ട്രോഫി ചാമ്പ്യൻ സൗത്ത് സോൺ. 2023 ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് ടൈറ്റിൽ ചാമ്പ്യൻ ഉറുഗ്വേ. 2023 മെൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ടൈറ്റിൽ ചാമ്പ്യൻ ഇന്ത്യ. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 പഞ്ചാബ് യൂണിവേഴ്സിറ്റി. ഫാസ്റ്റസ്റ്റ് 50 ഇൻ IPL ഹിസ്റ്ററി യശസ്വി ജയ്സ്വാൾ. നാലാമത്തെ ഏഷ്യൻ കൊക്കോ ചാമ്പ്യൻഷിപ്പ് 2023 വിന്നർ ഇന്ത്യ. 2023 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് കൺട്രി കസാഖിസ്ഥാൻ ആയിരുന്നു. മാക്സിമം മെഡൽ നേടിയതും കസാഖിസ്ഥാനാണ്. 2022-23 ഇറാനി കപ്പ് ക്രിക്കറ്റ് വിന്നർ റെസ്റ്റ് ഓഫ് ഇന്ത്യ. 2022-23 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻ കർണാടക. ഫസ്റ്റ് ഫീമെയിൽ അമ്പയർ ഇൻ മെൻസ് 2020 മാച്ച് കിം കോട്ടൺ.
രഞ്ജി ട്രോഫി 2023 ടൈറ്റിൽ ചാമ്പ്യൻ സൗരാഷ്ട്ര. 2023 മെൻസ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ വേൾഡ് കപ്പ് ചാമ്പ്യൻ ജർമ്മനി. യങ്ങസ്റ്റ് ബാറ്റ്സ്മാൻ ടു ഹിറ്റ് ഡബിൾ സെഞ്ചുറി ഇൻ വൺ ഡേ ഇന്റർനാഷണൽ ശുഭ്മാൻ ഗിൽ. 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ വെച്ചാണ് നടന്നത്. ചാമ്പ്യൻ അർജന്റീന. ഇത്രയൊക്കെയാണ് 2023 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്പോർട്സ് ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫയേഴ്സ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.